വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്ത് അങ്ങനെ RSSുമായൊക്കെ ഡീൽ ഉറപ്പിക്കുമോ? കഴിഞ്ഞ ദിവസം പാങ്ങോട് വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു RSSുകാരനാണ്. അത് VK പ്രശാന്ത് കൂടി അറിഞ്ഞിട്ടാണ് ആ സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേർ ചോദിച്ചതാണ്. ചിലർ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ചിലർ കമൻറ്റുകളായി ചോദിച്ചു, നിങ്ങളെന്താ നിലപാട് മാറ്റിയോ എന്ന് ചോദിച്ചു. ഒരു നിലപാട് മാറ്റവുമില്ല. വർഗീയതയ്ക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ മതേതര നിലപാടുകളെയും വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തെയും തുരങ്കം വയ്ക്കുന്ന ഏതു ശക്തിയെയും തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അതിന് കൊടിയുടെ നിറം ബാധകമേ അല്ല. VK പ്രശാന്ത് അറിയാതെ പാങ്ങോട് വാർഡിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പാങ്ങോട് വാർഡിൽ സംഭവിച്ചത് സാധാരണ CPMും CPIയും ഒക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് വളരെ സുസജ്ജമായ ആ സംഘടനാ സംവിധാനത്തിൽ കൃത്യമായ ചർച്ചകൾ അടിത്തട്ടിൽ നിന്ന് നടത്തി മുകൾ തട്ട് വരെ എത്തുന്ന ഒരു നല്ല പ്രക്രിയയിൽ കൂടിയാണ്. പലപ്പോഴും ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ മികവ് പുലർത്താനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. റിബലുകളുടെ ശല്യം ഉണ്ടാകാതിരിക്കുന്നതുമൊക്കെ അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഒരു അമ്പലം കമ്മിറ്റി പറഞ്ഞു ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം. അത് RSSകാരനാണോ, അത് കോൺഗ്രസ്സുകാരനാണോ, അത് PDPക്കാരനാണോ എന്നൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് തെറ്റ്. കാരണം ഈ ചെറുപ്പക്കാരൻ RSSൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അമ്പലം കമ്മിറ്റി പറഞ്ഞിട്ടാണോ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിരിക്കുന്ന VK പ്രശാന്ത് താമസിക്കുന്ന പാങ്ങോട് വാർഡിൽ LDFന് CPMൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ കടുത്ത പോരാട്ടം നടത്തി ജയിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. CPMൻ്റെ കൈവശം വരുന്ന ഒരു സീറ്റാണ്. അത് കഴിഞ്ഞ 2 തവണയായി BJP പിടിച്ചെടുത്തു എന്നതാണ്. അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങളും സാമുദായിക കാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് അവിടെ ജയിക്കാൻ ഒരു ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഒരു അമ്പലം കമ്മിറ്റിക്ക് വേണ്ടി, ഒരു സമുദായ സംഘടനയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു RSSുകാരനെ ഇടതുപക്ഷത്തിൻ്റെ വേഷത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്കൊപ്പം ഒരു RSSുകാരൻ്റെ ചിത്രവും വച്ച് ഇവർ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെന്ന് പറയാൻ ഇവർക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നുള്ളതാണ്. ഈ പാങ്ങോട് വാർഡിലെ BJPക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ റോട്ടിൽ കൂടി നടക്കുന്ന ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ പോരായിരുന്നു, ഒരു RSSുകാരനെ തന്നെ നിർത്തണോ? അത്രയ്ക്ക് ഗതികെട്ട് പോയോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്ന് ചോദിക്കുന്നത് BJPക്കാരാണ്. അവർക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. ഒരു മഹാനായ സ്ഥാനാർത്ഥി ആയതുകൊണ്ടൊന്നുമല്ല, മഹാനായ സ്ഥാനാർത്ഥിയുമല്ല. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല പാങ്ങോട് വാർഡിൽ CPIയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ സ്വന്തം ലാഭത്തിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് സമാഹരിക്കാൻ സാധിക്കുമെന്നുള്ള വ്യാമോഹത്തോടു കൂടി അത്തരം നീക്കങ്ങൾ നടത്തുന്ന ജനപ്രതിനിധികൾ ആരായാലും അവരോട് കാലം കണക്ക് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളം വർഗീയതയോട് സന്ധി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ബഹുഭൂരിപക്ഷം മനുഷ്യരുള്ള ഒരു നാടാണ്. അവിടെ അത്തരത്തിൽ ഏതെങ്കിലും സന്ധി ഒരു ജയത്തിന് വേണ്ടി, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഏതെങ്കിലും ജനപ്രതിനിധി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരോട് ജനാധിപത്യത്തിൻ്റെ ആ മഷി വിരലിൽ പതിയുന്ന ദിവസം സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ മറുപടി പറയുക തന്നെ ചെയ്യും. അന്തരിച്ച CPIM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടിരിക്കുന്ന വട്ടിയൂർക്കാവിലെ CPIM MLA ആയ VK പ്രശാന്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാങ്ങോട് വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഒരു RSSുകാരൻ CPI കുപ്പായമിട്ട് വന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പിന്നിൽ MLAക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്തായാലും ആ CPI വേഷത്തിലെത്തിയ RSSകാരൻ്റെ കാര്യം പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തൊട്ടടുത്ത നിയമസഭാ മണ്ഡലമായ കഴക്കൂട്ടത്തെ MLAയെക്കുറിച്ച്, CPM MLAയെക്കുറിച്ച്, കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയുന്നു. അവിടെയും BJPയുമായുള്ള ഡീലിനെ കുറിച്ചാണ് അവർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുക, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, അതിൻ്റെ പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുക. CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും
അജണ്ടയിലെ ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഉണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നു. ഇവിടെ ഈ പാങ്ങോട് വാർഡിലാണെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുന്നു. കാരണം പാങ്ങോട് വാർഡിൽ CPI സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ നിമിഷം വരെയും CPIയിൽ അംഗത്വം എടുത്തതായി യാതൊരു വിധത്തിലുള്ള പരസ്യമായ നിലപാടുകളും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ അദ്ദേഹം RSSൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു, അവരുടെ പഥസഞ്ചലനത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ MLAക്ക് കൂടി വോട്ടുള്ള, MLAക്ക് നിർണായക വോയിസുള്ള ഒരു സ്ഥലത്ത് അതൊന്നും താൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. അതിന് പിന്നിൽ വലിയ കളികളുണ്ട്. ആ കളികളെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതും തിരുവനന്തപുരം നഗരത്തിൽ നേരത്തെ തന്നെ പലയിടങ്ങളിലായി രഹസ്യമായി കേട്ടിരുന്ന വർത്തമാനമാണ്. അതിപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ആനി ജയൻ വന്ന് പരസ്യമായി പറയുന്നു എന്ന് മാത്രം. CPM പലയിടങ്ങളിലും BJPയുമായി ഡീൽ ഉണ്ടാക്കുന്നു എന്നത്, ആ ഡീൽ കൊണ്ട് തങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന സ്വാർത്ഥമതികളായ ഈ ജനപ്രതിനിധികൾ ആലോചിക്കേണ്ട കാര്യം, BJPക്ക് ഇടം കൊടുക്കുന്നത് മറ്റേ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആയിപ്പോവും. അതായത് അവർ കൃത്യമായി തന്നെ ഒരു അജണ്ടയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നവരാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ബുദ്ധിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പലരെയും സ്വാധീനിച്ച് ഇടം കണ്ടെത്തിയതിന് ശേഷം അവരെ ചവിട്ടി പുറത്താക്കുന്ന, അവരുടെ ഇടത്തേക്ക് കയറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലവും കഴക്കൂട്ടം മണ്ഡലവും BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഇടങ്ങളാണ്. അവിടെ ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് നേട്ടം കൊയ്ത് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആനമണ്ടത്തരമാണ്. ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളിൽ നിന്ന് ഒരിക്കലും ഈ കേരളം പ്രതീക്ഷിക്കാത്ത നീക്കമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഡീലുകൾക്ക് ആരെങ്കിലും കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തിരുത്താനുള്ള അവസരമുണ്ട്. കാരണം നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയം പോലും ആയിട്ടില്ല, അതിനും ഇനി ദിവസങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ നാടിനുയരുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ടുന്ന ബാധ്യത ആ ജനപ്രതിനിധികൾക്കുണ്ട്. ഒരു CPM പ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു ആരോപണം ഉയരുമ്പോൾ ചുരുങ്ങിയ പക്ഷം അതിന് ഉത്തരം നൽകാനുള്ള ബാധ്യത CPMൻ്റെ ജില്ലാ നേതൃത്വത്തിനുമുണ്ട്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ് നമ്മൾ പലപ്പോഴും രീതി. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം